നല്ല മഴയാണല്ലോ. നല്ല ചൂട് കട്ടൻ കാപ്പിയും കപ്പയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ബെസ്റ്റ്. നീ ഒരു വിവരം പറഞ്ഞു. എന്താ? നമ്മുടെ ചിന്നു ആശുപത്രിയില്ല, പനി കൂടിയിട്ട്. അയ്യോ, ആര് പറഞ്ഞു? അത് രാമൻ വിളിച്ചു പറഞ്ഞു. നമുക്ക് കാണാൻ പോണ്ടേ? പിന്നെ സത്യം പറയാനുണ്ടല്ലോ, ഞാനിത് അങ്ങോട്ട് പറയാൻ വന്നു. ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. ആക്കു പറയാൻ വന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ? നീ പറയാൻ പോകുന്ന കാര്യം ഞാൻ മാനത്ത് കാണും, നീ മനസ്സിൽ കാണുന്ന കാര്യം ഞാൻ മാനത്ത് കാണും. മതി, ഞാൻ റെഡി ആവട്ടെ. പിന്നെ നമുക്ക് റിങ്കിയെ കൂടെ കൊണ്ടുപോയാലോ? അവളെ പ്രത്യേകിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല, അവളും വരുന്നുണ്ട്. ആണോ? പിന്നെ എന്റെ പെങ്ങള് വരുന്നുണ്ട്, മാമൻ വരുന്നുണ്ട്, നമ്മൾ ഒരുമിച്ച് എല്ലാരും കൂടെ ആവുന്നു. നിങ്ങളുടെ പെങ്ങള് വരുന്നുണ്ടോ? പിന്നെ അവള് വരാതെ? എന്നാ പിന്നെ ഞാൻ വരുന്നില്ല. ഞാൻ വരുന്നില്ല. അതെന്താ പറയാ? അത് ശരിയാവത്തില്ല. അവര് പോട്ടെ, നമുക്ക് പിന്നെ പോവാം. അയ്യോ, അത് ശരിയാത്തില്ല, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. അല്ല, അവര് പൊക്കോട്ടെ, നമുക്ക് പിന്നെ പോവാം. എന്നിട്ട് വരുന്ന വഴി സിനിമയൊക്കെ കണ്ടിട്ട് വരാം. അങ്ങനെയോ? അങ്ങനെ പറ്റത്തില്ല. എന്നാ പിന്നെ നമുക്ക് ഇന്ന് പോവാം, അവര് നാളെ പോട്ടെ. അങ്ങനെ അങ്ങനെ അങ്ങനെയും പറ്റത്തില്ല. എന്നാ പിന്നെ അവര് ഇന്ന് പോട്ടെ, നമുക്ക് നാളെ പോവാം. നാളെ പോവാം? അവരിന്ന് പോട്ടെ, നമുക്ക് നാളെ പോവാൻ പറ്റത്തില്ല. അതും പറ്റത്തില്ലേ? എന്നാ എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റത്തില്ല. എടി, അത് ഇങ്ങനെ ഒരു ആശുപത്രി കേസല്ലേ, നമ്മൾ ഒരുമിച്ച് പോകുന്നല്ലോ നല്ലത്. ആശുപത്രി കേസാണെങ്കിലും നിങ്ങളുടെ പെങ്ങളുടെ കൂടെ ഞാൻ വരത്തില്ല. അത് ശരിയാവത്തില്ല. അതെന്താ ശരിയാവാത്തത്? അത് ശരിയാവത്തില്ല. നിനക്കെന്താ എത്ര വൈരാഗ്യം? അത് അവക്ക് എന്നോട് വൈരാഗ്യം. ഞാൻ അടുക്കളയിൽ പോകുമ്പോഴത്തേക്കും എനിക്ക് മാത്രം ചായ ഇട്ട് തരത്തില്ല. ഒരുമാതിരി കുത്തി സംസാരിക്കുന്നു. ഞാൻ അവിടെ നടന്നു പോകുമ്പോ കാലിങ്ങനെ ഇട്ടിട്ട് തട്ടിയിടാൻ പോകുന്നു. ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ലെന്നാണോ? ചുമ്മാ ഒന്നുമല്ല. അതിപ്പോഴേ നീയും അവളോട് അങ്ങനെയല്ലയോ പെരുമാറും? അത് പിന്നെ ഇങ്ങോട്ട് പെരുമാറി ഞാൻ അങ്ങനെയൊക്കെ പെരുമാറുള്ളൂ. കൊടുക്കുന്നതേ തിരിച്ചും കിട്ടും. കൊടുക്കുന്നതേ തിരിച്ചും കിട്ടും. എപ്പോഴും ഓർത്തിരുന്നാ നല്ലതാ. ഇങ്ങോട്ട് വല്ലതും പറഞ്ഞാൽ തിരിച്ച് ഞാൻ പറയും. പോലീസുകാരുടെ സ്വഭാവം എടുക്കല്ലേ? പോലീസുകാരുടെ സ്വഭാവം എന്നെ കൊണ്ട് ശരിയായിട്ട് എടുപ്പിക്കരുത്. നീ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. ഞാൻ വേറെ ആരെങ്കിലും കൂടെ പൊക്കോളാം. അല്ല പിന്നെ വേറെ ആരുടെ കൂടെങ്കിലും പൊയ്ക്കോളാം. വേറെ ആരെങ്കിലും ഉണ്ടോ? ശ്രീകുട്ടി, അവസാനമായിട്ട് ഞാൻ ചോദിക്കാം, നീ വരുന്നുണ്ടോ? അവസാനമായി ഞാൻ പറയുക, ഞാൻ വരുന്നില്ല. അവസാനമായിട്ട് രണ്ടാമത് ചോദിക്കാൻ, വരുന്നുണ്ടോ? അവസാനമായി രണ്ടാമത് പറയാൻ ഞാൻ വരുന്നില്ല. ഞാൻ വിളിക്കാം അവിടെ എത്തിയിട്ട്. വിളിച്ചു പറയാം. ശരി. ഞാൻ രവിയേട്ടനെ വിളിച്ച കാര്യമൊക്കെ പറഞ്ഞതാ, ആശുപത്രിയിലെ കാര്യം. അതെ, അപ്പച്ചിരിയുടെ ഞാൻ നിൽക്കും. എടി, അവിടെ ആദ്യം ആശുപത്രി എത്തട്ടെ. അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അവിടെ ആരും നിൽക്കണം, നമുക്ക് അവിടെ എത്തിയിട്ട് തീരുമാനിക്കാം കേട്ടോ. ഇപ്പോഴേ പറയേണ്ടത്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. നീ എവിടെ പോണത്? എന്ത് ആശുപത്രിയില്? ആശുപത്രി വരണ? നീ ആശുപത്രി വരണ്ട, നീ ഇവിടെ അല്ലേ? അതെ, പ്രായമായ ആൾക്കാരാണ് ആശുപത്രി പോകാൻ പാടില്ലാതെ ഇവിടെ ഇരിക്കേണ്ടത്. ഞാൻ എന്റെ മോളെ നോക്കിയാണ് പോണത്. ഞാൻ എന്റെ അപ്പച്ചിയെ നോക്കിയാണ് പോണത്. കുഴപ്പമില്ല. ഇനിയിപ്പോ മാമ എവിടെ? മാമി വരാൻ വേണ്ടി റെഡി ആവണു. ഏത് മാമി? ശ്രീകുട്ടി മാമി. അവള് വരുന്നുണ്ടോ? എന്നാ ഒരു കാര്യം തീരുമാനാക്കി. അവള് വരുന്നുണ്ടെങ്കിലേ ഞാൻ വരുന്നില്ല. എനിക്ക് അവളെ പേര് കേൾക്കുമ്പോഴേ കലി വരും എന്നറിയാലോ. അവള് വരേണ്ട ആവശ്യം. പറഞ്ഞു നമ്മള് രണ്ടാറ്റുവല്ലേ പോണത്. രണ്ടാറ്റലാണെങ്കിൽ ഒരുമിച്ചല്ലേ ഇറങ്ങണത്. എനിക്ക് വരാൻ പറ്റൂല. നീ വരായിരുന്ന മണിക്കൂട്ടിന് പ്രയാസം. പ്രയാസം ഉണ്ടാണെങ്കിൽ ആവട്ടെ. എന്തോ ഞാൻ വരണില്ല, തീരുമാനിച്ചു. ശ്രീകുട്ടി എവിടെ? അവള് വരുന്നില്ലെന്ന്. എന്ത്? ഞാൻ പറയാവുന്ന മൊത്തം പറഞ്ഞു നോക്കി മാമ, അവൾ എന്നെ കടിച്ചു കീറാൻ വരിക. ഭഗവാനെ, ഇവരെ വഴക്ക് എന്ന് തീരുമെന്നും അറിയാൻ വയ്യ മാമ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, രണ്ടുപേരും ഒന്നാക്കിപ്പിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാലേ ഞാനത് നിന്നോട് പറയാനായിരുന്നു. അതെ, പെൺബുദ്ധി എന്ന് പറഞ്ഞ പിൻബുദ്ധി അല്ലേ? എന്തെന്ന്? അല്ല, പെൺബുദ്ധി എന്ന് പറഞ്ഞ പിൻബുദ്ധി. നമ്മൾ ഇനി സംസാരിച്ചിരുന്നൊരു കഥയില്ല. അവര് വേണമെങ്കിൽ വരട്ടെ, നമുക്ക് പോവാണ് ആശുപത്രി. അവരെ നോക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തൊരു ഇത് കഷ്ടം. എല്ലായിടത്തും വച്ച് വേവിച്ച് കൊടുക്കാൻ നമ്മൾ മാത്രം വന്നിരുന്ന് ഭക്ഷണം കഴിച്ച് എല്ലാവരും കയ്യും കഴുകി ഒറ്റയടിക്ക് പോവുകയും ചെയ്യും. ആയൊക്കെ മതി. അമ്മ. നീ എത്തിയാ? എത്തി. ചിന്നുന് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലല്ലേ? അല്ല, നീ അവിടെ ചെന്ന് നിൽക്കാനൊക്കെ പോവാണെന്ന് പറഞ്ഞിട്ട് എന്തോയി? എന്നെ നിർത്തിയില്ല രാമങ്കള്. നന്നായി. ഓടിച്ചുവിട്ടല്ലേ? അമ്മ, ഇന്നെന്താ കഴിക്കാനുള്ളത്? ഡൈനിങ് ടേബിൾ എത്തുമ്പോ ചോദിച്ചാ മതി. എന്തോ ഇത്ര ഗൗരവം?
എടി ഈ വീട്ടിലുള്ള സകലമാന ആൾക്കാർക്ക് ആരാണ് വച്ച് കഴിക്കണത്? ഞാൻ ഒറ്റയ്ക്ക്. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് പണിയെടുക്കാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാലോ. നിങ്ങളുടെ കൂടെ ആശുപത്രിയിൽ അവള് വന്നിട്ടില്ല, നിന്റെ മാമി. എന്നിട്ട് അവൾ ഈ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അത് പിന്നെ അമ്മയുടെ അടുത്ത് വന്ന് വെറുതെ വഴക്കുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും മാറി നിന്നത്. അവളെ ന്യായീകരിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താന്ന് കിട്ടും നിനക്ക്. അതൊന്നും അല്ല അവളെ വിചാരവേ, ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാണ്, ഞാൻ മാക്സിമം പണി എടുക്കട്ടെ. അതന്നെ അവള് ഇങ്ങോട്ട് വരാത്ത. അമ്മ എങ്ങനെ അമ്മ ജോലിക്കാരിയാവും? അമ്മയുടെ സ്വന്തം വീടല്ലേ? ആ എന്റെ സ്വന്തം വീടൊക്കെയാണ്, പക്ഷെ അവള് വിചാരിച്ചു വെച്ചിരിക്കണ എന്നെ വേറെ ഒരു ജോലിക്കാരിയൊക്കെ വരുന്നുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞായിരുന്നോ? ആ കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്താ എന്നെ വിളിക്കാൻ? ഞാൻ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ ഹോസ്പിറ്റലിൽ. ആഹാ, കറികളൊക്കെ റെഡി ആയെന്ന് തോന്നുന്നു. ഇച്ചിരി ഉപ്പ് കൂടുതലാ, ടേസ്റ്റ് ഇച്ചിരി കുറവാ. രംഗി, ഈ അടുക്കളയിൽ ഇത്ര ഉപ്പും ഈ രുചിയിലാണ് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാരും ആ ഭക്ഷണമാണ് കഴിക്കുന്നത്. റിങ്കി, എനിക്ക് എന്റെ അഭിപ്രായം പറയാമല്ലോ, അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? രംഗി, അവനവന്റെ അഭിപ്രായമൊക്കെ അവനവന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ഇവിടെ പറയണ്ട. കേട്ടല്ല, പറഞ്ഞോളൂ. റിങ്കി, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. അഭിപ്രായങ്ങൾ തുറന്നു പറയും, ആരെ ഒരു പേടിയില്ല. ആരെയും പേടിക്കരുത്. റിങ്കി, പോലീസുകാരൊക്കെ അവനവന്റെ സ്റ്റേഷനിൽ പോയി അഭിപ്രായം പറഞ്ഞാൽ മതി, എന്റെ വീട്ടിൽ നിന്ന് അഭിപ്രായം പറയണ്ട. റിങ്കി, ഞാനൊരു SI ആണ്, അത് മറക്കരുത്. അതെ, ഈ വീട്ടിലെ DGP ഞാനാണ്. അപ്പൊ ഞാൻ തീരുമാനിക്കും കാര്യങ്ങൾ എങ്ങനെ നടക്കണോ. റിങ്കി, DGPയുടെ ഫുൾ ഫോം എന്താന്ന് ആദ്യം പഠിച്ചിട്ട് DGP എന്ന് പറയാൻ പറ. റിങ്കി, അത് പറയണേ. PSC പരീക്ഷ കറക്കി കുത്തി ജയിച്ചവർക്ക് അറിയുന്നുണ്ടാവില്ല. എനിക്ക് കൃത്യമായിട്ട് അറിയാം. M.Com പാസ്സായ എനിക്ക് എല്ലാത്തിനെയും ഫുൾ ഫോം പറയാം. ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു കൊടുത്തു. മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 2 പൊട്ടിത്തെറി റിങ്കി എങ്ങനെയെങ്കിലും പിടിച്ച് ഇവിടെ നിന്ന് മാറ്റണം. എന്തുവാടി? അമ്മ, അതെ, അച്ഛന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഇളകി പോയി. ഞാൻ എന്ത് ചെയ്യണം? അത് തയ്ക്കണം. എനിക്ക് തയ്ക്കാൻ പറ്റില്ല, നീ വേണേ ചോട്. രാവിലെ അച്ഛൻ പറഞ്ഞിട്ട് പോയതാണ്. അമ്മ 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 എന്തുവാടി പറയണേ? എനിക്ക് മാമി കറി അടി പിടിക്കാൻ നോക്കിക്കൊള്ളേ. ഇതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കണേ, പണി പഠിക്കുന്നതാ. പിന്നെ പണി കണ്ടുപിടിക്കാനേ ഇവിടെ വണ്ടികളുടെ അങ്ങ് ആറാട്ടല്ലയോ. ആ പടം ഒരു ഉണക്ക സ്റ്റിയറിംഗും ഉണ്ട്, മാമൻ അതിനകത്തിട്ട്. അയ്യടേ, ഇത് നിന്റെ പഴയ പല്ലവിയല്ലേ, ഇതൊന്ന് മാറ്റിപ്പിടിയടാ. എടാ അങ്ങോട്ട് നോക്ക്, ഒരു കാലത്തുണ്ടല്ലേ തുരുമ്പെടുക്കാൻ വേണ്ടി കുറെ ആൾക്കാരെ നിർത്തിയിരുന്നല്ലേ ചേച്ചി പാടി കളഞ്ഞിട്ട്. നോക്ക്, ആൾക്കാരെ വെച്ചാണ് നമ്മുടെ പണി ചെയ്തിട്ടുള്ളത്. ആണോ? അറിയാ വേറെ എത്ര വണ്ടി നിറയെ അവിടെ നിരന്ന് കിടന്നത്. വേറെ ജോലിക്കാർ വെച്ച് പണി ചെയ്യും. പിന്നല്ലാതെ അന്ന് പണി കിട്ടി കാണും മാമൻ. കാരണം പണി അറിയാവുന്ന ജോലിക്കാരായിരിക്കും. നീ എന്നെ വേല വെച്ചല്ലേ, എപ്പ നോക്കിയാലും എന്നെ ഒരു കുറ്റാൻ പറച്ചില്ലേ. അപ്പു, ഈ വർക്ക്ഷോപ്പ് തുടങ്ങണേന് പകരം വല്ല ഹോട്ടലോ ബേക്കറിയോ വല്ല തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടു പോയേനായിരുന്നു. എന്തോ നിന്റെ അനിയത്തി പിങ്കി ഇവിടെ ഉള്ളപ്പോഴാ ഭഗവാനെ ഞാൻ എന്റെ കട്ടായും പടം മടക്കിയേനെ. അതെ, തീറ്റയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് രാത്രി ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് എന്ത് കറി വേണോന്ന് അമ്മ ചോദിച്ചു. ചിക്കൻ. മാമനോടല്ല ചോദിക്കാൻ പറഞ്ഞ്, മാമിയോടാണ് ചോദിക്കാൻ പറഞ്ഞു. അതെ, നിന്റെ അമ്മയാ? നേരിട്ട് ചോദിക്കാനുള്ള മടി കാരണം കൊണ്ട് എന്നെ കൊണ്ട് ചോദിപ്പിച്ചതാ. ചിക്കൻ മതി എന്ന് പറയാം. അല്ല മക്കളെ, അവൾ ഇങ്ങനെ നിന്റെ അടുത്ത് പെരുമാറുമെങ്കിൽ നോക്കേ, ആള് പാവോണ്. ആ പറയണ നേരത്തെ മാത്രമേ ഉള്ളൂ. സത്യമാടി, നമുക്ക് ഇത്രയും തലയുണ്ടെങ്കിലും അതിനകത്തൊന്നുമില്ല. അതെനിക്കറിയാം. ഈ കാണിക്കണ ദേഷ്യമൊക്കെ ഉള്ളൂ. അല്ലെ, എന്നോട് ഇങ്ങോട്ട് ചോദിച്ചതല്ലേ, എന്നാ പിന്നെ പറയാല്ലേ. മുട്ടക്കറി മതി. മുട്ടക്കറി മതിയല്ലോ, പറയാലോ. ശരി മക്കളെ പറഞ്ഞില്ല. എന്നാലും സത്യമാണോ? അവൾ ഉണ്ടാക്കി പറഞ്ഞായിരിക്കും. മക്കളെ ഞാൻ പറഞ്ഞില്ല, അവള് പാവൂണ്. ഈ പറയണ നേരത്തെ ഉള്ളൂ. സത്യമായിരിക്കും. അവൾ അങ്ങനെ കള്ളൊന്നും പറയില്ല. പിന്നെ അമ്മ, അതെ, രാത്രിയെ ഇടിയപ്പത്തിന്റെ കൂടെ എന്താണ് കറി? നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയാലോ? ഞാൻ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി കടല വെള്ളത്തിട്ട്. കടല വേണ്ട അമ്മ, മുട്ടക്കറി മതി. മുട്ടക്കറി ഞാൻ നാളെ ഉണ്ടാക്കി. ഇന്നിപ്പോ കടലക്കറി. അയ്യോ അമ്മ, എനിക്ക് ഇന്ന് മുട്ടക്കറി വേണം. എന്തുവാടി നീ പിങ്കിയെ പോലെ ആവുന്ന? അത് വേണം ഇത് വേണമെന്ന് പറയാൻ തുടങ്ങി. എനിക്ക് എന്ത് പറ്റി? അമ്മ, മുട്ടയിലാകുമ്പോ പ്രോട്ടീൻ ഉണ്ട്, അതുകൊണ്ട് അത് കഴിക്കാൻ. ഞാൻ 3 മുട്ട പുഴുങ്ങി തന്നാ പോരെ? എന്നും ഞാൻ പുഴുങ്ങിയതല്ലേ കഴിക്കുന്നത്. ഇതാകുമ്പോ കുറച്ച് മസാലയും സ്പൈസി ഒക്കെ ആയിട്ട്. എന്തുവാടി ചുമ്മാ അത് വേണം ഇത് വേണം എന്ന് പറയുന്നേ? മുട്ടക്കറി
ആരെങ്കിലും നിനക്കല്ലോ കൂടോത്രം ചെയ്തു ആരെങ്കിലും? ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം. എന്തുവാടി പെണ്ണെ, കടലൊക്കെ വെള്ളം ഇട്ടല്ലേ? ആ കടല നമുക്ക് പുഴുങ്ങിയിട്ട് എന്തെങ്കിലും മറ്റേ ഇതൊക്കെ ഇട്ട് കടുവൊക്കെ വറുത്തിട്ട് ചുണ്ടലാക്കാനാ? അത് അങ്ങനെ കഴിക്കും. ഇരട്ടിപ്പണി ഉണ്ടാക്കി തരണം നോക്ക് പെണ്ണെ. ഇന്ന് ആ ഞാൻ ഉണ്ടാക്കാം. ശരി, ഉണ്ടാക്കാലോ. ഓ ഉമ്മ. ആ പിന്നെ അമ്മ, മാമി ചോദിച്ചു അമ്മയ്ക്ക് സാരിയാണോ ചുരിദാറാണോ കൂടുതൽ ഇഷ്ടം? അവളെന്തിനാ അങ്ങനെ ചോദിച്ചത്? അത് മാമി കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇതുവരെ അമ്മയ്ക്ക് ഒന്നും എടുത്തുതരാൻ പറ്റിയില്ലല്ലോ. അപ്പൊ അവരിന്ന് പുറത്തു പോകുന്നു ഡ്രസ്സ് എടുക്കാനായിട്ട്. അമ്മയ്ക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കാം. അയ്യേ, എനിക്കൊന്നും വേണ്ട. അവളെ സാരിയും വേണ്ട, ഒരു തുണിയും വേണ്ട. ഇവിടെ തുണി കൊടുക്കാല്ലേ കിടക്കണം. അങ്ങനെ പറയല്ലേ അമ്മ. മാമന്റെ മുഖം കരുതിയെങ്കിൽ എന്തെങ്കിലും പറ. എനിക്ക് വേണ്ട സാധനം. പിന്നെ മാമിയെ മൈൻഡ് ചെയ്യണ്ട, മാമൻ പാവല്ലേ. മാമ ഇഷ്ടം പോലെ സാധനം എനിക്ക് വാങ്ങിച്ചത്. ഇനിയിപ്പോ അവളുടെ ഇതും കൂടെ ചേർത്ത് എനിക്ക് വക്കാലത്ത് ചേർത്ത് വാങ്ങിക്കണ്ട. അതല്ല അമ്മ, അതല്ല. അതല്ല കല്യാണം കഴിഞ്ഞ് എന്തായാലും ഇങ്ങോട്ട് ആയില്ല. ഇനിയിപ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ട. അതല്ലേ ഞാൻ ചെയ്തോണ്ടിരിക്കണേ. ഇതെന്തെങ്കിലും ഒന്ന് പറ പ്ലീസ് പ്ലീസ് പ്ലീസ്. അത്ര നിർബന്ധം അവർക്ക് തോന്നിട്ടുണ്ട്. എന്നോട് ചോദിക്കണം എന്തിന്? ഓ പിന്നെ നമ്മളത് ചോദിച്ചു നമ്മുടെ ഇഷ്ടത്തിൽ വാങ്ങിക്കണം. പാടെ വിടുന്നു. ഒന്ന് ചൂടാക്കിയെങ്കിൽ കൊള്ളായിരുന്നു. ആ എന്താ നബു? എണ്ണ മകളെ അവരെ വഴക്ക് എന്തരായി? ഒത്തിരിപ്പുണ്ടാക്കിയാ നീ? അതെ, ഞാൻ രണ്ടുപേർക്കും ഒരു ചൂണ്ടിട്ടിട്ടുണ്ട്. മിക്കവാറും അതിലവര് കൊത്തും. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചക്കകം ഞാൻ രണ്ടുപേരും ഒന്നിപ്പിക്കും. മണിക്കൂട്ടിനെ എന്റെ അടുത്ത് ചോദിച്ചോണ്ട് നടക്കണേ എന്തരായി എന്തരായി. മകളെ ഇതേ അടുപ്പി കൊണ്ടുപോയി ചൂടാക്കി കൊണ്ടുവരൂ. ഓ അത്രയുള്ള കാര്യപ്പെടുത്താലോ. ഇതിൽ എണ്ണ പുറത്തായെന്ന് തോന്നുന്നു. ഞാൻ അപ്പൊ എണീക്കണ്ട, ഞാൻ പോയി ഒരു തുണി എടുത്തിട്ട് വരാം. പയ്യെ പോണം പയ്യെ പോണം. മാമാ എന്താ പരിപാടി? അപ്പോ അയ്യോ എന്നെ മനഃപൂർവ്വം കൊല്ലാനായിട്ട് ഇവിടെ ആരും എന്നെ എടുത്ത് അയ്യോ ഇതെപ്പോഴേ ഇതെന്റെ പെങ്ങളെ വീഴ്ത്താൻ വേണ്ടി ആരോ ചെയ്ത പണിയാ. എനിക്കറിയാം മാമ, എന്നോട് ശത്രുതയുള്ള ഒരാളല്ലേ ഉള്ളൂ ഈ വീടാ. എന്താ എന്തൊരു അഭിനയം! ഒന്നും അറിയാത്ത പോലെ എന്നെ കൊല്ലാൻ വേണ്ടി ഇവിടെ എണ്ണ വാരി ഒഴിച്ച് ഞാൻ വീടപ്പോ സമാധാനമല്ലോ. ഞാനോ? എനിക്ക് എന്ത് കാര്യം ഇരിക്കുന്നു? എന്റെ പെങ്ങളെ അവളായിരിക്കത്തില്ല, അവൾ അങ്ങനെ ചെയ്യത്തില്ല. നിങ്ങളെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ചെയ്തത് ഭാര്യയ്ക്ക് വേണ്ടിട്ട്. അതെ അതെ, ഞാൻ ഒരു SI ആണ്. ഇത്ര തരം താണ പരിപാടിയൊന്നും ഞാൻ ചെയ്യത്തില്ല. SI ആണെങ്കിൽ ക്രിമിനൽ ബുദ്ധിയാണെന്ന് ഇപ്പഴല്ലേ മനസ്സിലായത്? ഈ മാമി അല്ല ചെയ്തത്, എന്റെ കയ്യിൽ നിന്നാണ് വീണത്. ഓഹോ, ഇന്നലെ കയറി വന്ന മാമിയെ ന്യായീകരിക്കാൻ വേണ്ടി സ്വന്തം കുറ്റം ഏറ്റെടുത്തു. അയ്യോ എന്റെ പൊന്നു മക്കളെ, അവളെ കയ്യിൽ നിന്ന് വരുന്നതാണ്. ചൂടാക്കാൻ സത്യമായിട്ടും ഞാൻ മാമനോട് ചോദിച്ചാ? ഇല്ലല്ല, ഞാൻ കണ്ട കാര്യമല്ലേ മക്കളെ വേണ്ടി ഞാൻ ടൗല് കൊണ്ടുപോയി. ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. നിങ്ങൾ എല്ലാരും ഒറ്റക്കെട്ടാണ്. ഇപ്പൊ ഞാൻ പൊതു ശത്രു ഞാനാണല്ലേ? എനിക്ക് എന്ത് കാര്യം ഇരിക്കണോ? നിനക്ക് അതിന്റെ ആവശ്യമുള്ളൂ. അയ്യോ എന്തൊരു സഹതാപം! നിങ്ങൾ വെറും അഭിനയം. നിങ്ങൾക്ക് ഭാര്യയെ കിട്ടിക്കഴിഞ്ഞപ്പോ പെങ്ങളൊന്നും വേണ്ട. ഇതെന്റെ ഭർത്താവാ. എന്റെ ഭർത്താവിനെ ദേഷ്യപ്പെടേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഓഹോ, എന്ന് മുതലായത്? ഇന്നലെ മുതലാണ് ഭർത്താവായത്. ഇങ്ങനെ ഞാൻ ജനിച്ച കാലം തൊട്ട് എന്റെ ആങ്ങളെയാ. അല്ല പെങ്ങളെ, അത് ശരിയാണ്. എന്നാലും കല്യാണം കഴിഞ്ഞപ്പം ഭർത്താവായല്ലോ. അതെ, ഭർത്താവായപ്പോ പിന്നെ പെങ്ങള് വേണ്ടല്ലോ. അല്ല പെങ്ങള് വേണമല്ലോ. എന്തായാലും എനിക്ക് മനസ്സിലായി. ഇതിന് ഞാൻ എന്തെങ്കിലും പരിഹാരം കണ്ടിട്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ വയ്യ. ഞാൻ അതോട്ട് പോയി കിടക്കട്ടെ. ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാ ഒരു കാര്യം കേട്ടോ, നിന്നെ വീട്ടിൽ നടു ഓടിക്കാനായിട്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തതാ. നീ പോയി കേസ് കൊടുക്ക്. കണ്ടോ പുറത്തു വന്നു? കണ്ടോ മനസ്സിലിപ്പോ പുറത്തു വന്നുണ്ട്. അവളെ സമയം കുറ്റസമ്മതം നടത്തിയില്ലേ? നിനക്ക് മനസ്സ് വന്നില്ലല്ലേ? ഉള്ള കാര്യം പറഞ്ഞ ഞാൻ ഇവിടെ തള്ളിയിടാൻ വേണ്ടി മനഃപൂർവ്വം എണ്ണ വെച്ചതാ. ഇത് വെറുതെ നല്ല പറയുന്നത്. മനസ്സിലുള്ള കാര്യം പുറത്ത് വന്നതാണ്. സത്യമായിട്ട് പുറത്തു വരും. അയ്യോ ദേഷ്യം വന്നിട്ട് ഓരോന്ന് മാമി വിളിച്ച് പറയുന്നതാണ്. ഞാനാണ് ചെയ്തത്. ഞാനേ എണിച്ച് നടക്കാറാവട്ടെ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ എങ്ങനെ അതെ, നീ തന്നെയാണോ എണ്ണ ഒഴിച്ചത്? അതെ ഞാൻ തന്നെയാ. വേണമെങ്കിൽ നിങ്ങളെയും തള്ളിയിടിഞ്ഞ. എന്താണ് ഭർത്താവേ, ഭയങ്കര ആലോചനയിലാണല്ലോ.
ഒന്നുമില്ലടി. പറ. ഞാൻ നമ്മുടെ തറവാട്ടിലെ ആ. കൃഷിയെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഓ, എന്റെ മാക്കൂ, ഞാനൊരു ഭാര്യ മാത്രമല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥയും കൂടിയാ. അതിനിപ്പോ ഞാൻ എന്താ വേണം? ഒന്നും വേണ്ട, പക്ഷെ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ ഞാൻ അങ്ങ് വിശ്വസിക്കില്ല. നിങ്ങളിപ്പോ നാട്ടിലെ കൃഷിയെ കുറിച്ചൊന്നും അല്ല ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ പെങ്ങളെ കുറിച്ചും പെങ്ങളെ തള്ളിയിട്ട് എന്നെ കുറിച്ചും അല്ലേ ചിന്തിക്കുന്നത്? അല്ല, അത് പിന്നെന്ന് പറഞ്ഞാലേ, ഉം, അവൾ ആ വീണ് കിടക്കുന്ന കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് വിഷമം തോന്നി. ഉം. അത് ഇന്നും ഇന്നലെ അല്ല, കുഞ്ഞുനാൾ പോലെ എനിക്ക് അങ്ങനെ. അവൾക്ക് വേദനിച്ചു കഴിഞ്ഞാൽ എനിക്കും വേദനിക്കും. പിന്നെ സത്യം പറയാമല്ലോ, നിന്നെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. അതെന്താ? അത് നീ അത് ആ കുറ്റം ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചിന്തിച്ചില്ല. എങ്ങനെ? അല്ല, നീ അല്ലല്ലോ എണ്ണ എടുത്തൊഴിച്ചത്, അതുകൊണ്ട് ഞാൻ നിന്നെ കുറിച്ച് ചിന്തിച്ചില്ല. അല്ല, ഞാനാണ് അത് ചെയ്തേന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലേ? വിശ്വാസം നീ തന്നെ അത് സ്വയം ചെയ്തതാണെന്ന് പറയുമ്പോൾ ആ. വിശ്വസിക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ ഷീക്കു. പിന്നെ നീ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെ, ഒരു സംശയമില്ല. ഓ, ആ, അപ്പൊ നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ല. വിശ്വാസം ഒക്കെ ഉണ്ട്. ആ, ഇത് നിങ്ങളുടെ വായിന്ന് കേൾക്കാനാ ഞാൻ ഇത്ര നേരം സംസാരിച്ചത്. എന്നാ വിശ്വാസമില്ല. ഇങ്ങനെ വിശ്വാസമില്ല. നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഉള്ള കാര്യം പറയാം. നേരത്തെ നടന്ന കാര്യത്തിൽ എനിക്ക് ഒരു പങ്കുമില്ല. പക്ഷേ നിങ്ങളുടെ പെങ്ങളെ ഞാൻ ഇനി തള്ളിയിടും. അയ്യോ, അങ്ങനെ ചെയ്യും. അവള് കുറച്ചു നാള് കട്ടിലിന്ന് എഴുന്നേക്കാൻ വയ്യാണ്ട് കിടക്കുമ്പോ ഉള്ള അഹങ്കാരമൊക്കെ അങ്ങോട്ട് മാറും. നീ വെറും പോലീസുകാരിയായത്. ഞാൻ വെറും പോലീസുകാരിയാ. അവക്ക് അറിയത്തില്ല ഒരു പാമ്പിനെ അവള് നോയിച്ചു വിട്ടിരിക്കുന്നത്. അല്ല ശ്രീകു, ഒന്നും പറയണ്ട. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. ഒന്നും ആലോചിക്കാനില്ല. എങ്ങനെയുണ്ടമ്മ? നല്ല കുറവുണ്ട്. ഒരു ഗുളിയും കഴിച്ച് കുറെ തൈലം ഇട്ടതിന് ശേഷം. അമ്മ എന്ന് അടുക്കളയിൽ കയറണ്ട, ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു. മക്കളെ, ഇത് എങ്ങനെ സംഭവിച്ചെന്ന് നോക്കറിയാമോ? നോക്ക്, സത്യം പറഞ്ഞാ മക്കളെ. അമ്മ ഒന്നും പറയാൻ വരണ്ട, എനിക്കറിയാൻ കാര്യമൊക്കെ. ഞാൻ പറയണമെന്ന് നീ കേളു മക്കളെ. അത് അവളെ ചെയ്തൊന്നും അല്ല. നിങ്ങൾ എല്ലാരും കൂടെ അവളെ വിളിപ്പിക്കാൻ വേണ്ടി നടക്കണം എന്തിനാ? എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ. എന്തിനാ ഇത് പറയേണ്ട ആവശ്യം? അമ്മ പിന്നെ മാമിയെ വിളിപ്പിക്കാൻ വേണ്ടിട്ടൊന്നും അല്ല. പിന്നെ എന്തോ പറയാം? നടന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അത് കേള്. നടന്ന കാര്യം നേരത്തെ നടന്നതല്ലാതെ എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയതായിട്ട് പറയാനുണ്ടോ? ഒന്നും പറയാനില്ലല്ലോ. നേരത്തെ നടന്നത് എന്നെ മക്കളെ ഞാൻ പറയണത് കേള്. ഇത് സത്യമാണ്. ഇവിടെ ഞാൻ പറഞ്ഞ മക്കളെ, നീ എണ്ണ ചൂടാക്കി കൊണ്ടുപോകാന്ന് കൊടുത്ത് ഇവള് കയ്യിലെടുത്ത് വീണ് താഴെ വീണ് അത് തുടയ്ക്കാനായിട്ടാണ് ഞാൻ കിച്ചണിലോട്ട് പോയത്. എന്റെ കയ്യിലൊരു ടൗലിരുന്ന് അമ്മ കണ്ടു? ഞാൻ കണ്ടില്ല. ഞാൻ കാണിച്ച അമ്മ. അപ്പോഴത്തെ ദേശത്തിൽ അമ്മ ശ്രദ്ധിക്കാത്തായിരിക്കും. അല്ലാതെ അവള് ചെയ്തതൊന്നും അല്ല മക്കളെ. അവള് ചെയ്തതല്ല എന്ന് പറഞ്ഞാൽ എല്ലാരും കൂടെ ഒന്ന് വിളിപ്പിക്കുന്നുണ്ടല്ലോ. എന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ഞാൻ വിശ്വസിക്കൂല. അയ്യോ എന്റെ പൊന്നു മക്കളെ, നീ അങ്ങനെ പറയല്ലേ. നോക്ക്, എനിക്ക് അവള് നീ ഒന്നുമല്ല തന്നെ. എനിക്ക് രണ്ടാട് ഞാൻ കാണുന്നില്ല. അവള് ഒരിക്കലും ചെയ്യില്ല മക്കളെ, ഒരിക്കലും ചെയ്യൂല. അപ്പൊ ഞാൻ കള്ളി, ഞാൻ വെറുതെ പറഞ്ഞോണ്ടാ. അങ്ങനെ അല്ല. അപ്പൊ ഇങ്ങനെയാണ് അമ്മ പറയുന്നത്. നോക്ക്, ഞാൻ ഉള്ള സത്യമാണ് എന്റെ അടുത്ത് പറഞ്ഞ നിനക്ക് വിശ്വാസമില്ലേ? ഇല്ല, വിശ്വാസം ഇല്ലാത്തോണ്ടാണ് ഞാൻ ഇല്ല. ഞാൻ പറഞ്ഞ കാര്യമൊന്നും നിനക്ക് വിശ്വാസം ഇല്ല. ഇല്ല എന്നെ എന്റെ ഭാര്യ സത്യത്തിൽ ഞാൻ ഇവരെ കയ്യിൽ വെച്ച് അബദ്ധമാണ് കേട്ടെ. നിങ്ങൾ ചുമ്മാ പെണ്ണിനെ പറഞ്ഞു. മാമ അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ഞാൻ എന്തൊരു പറയേ? അല്ല മാമ മാമിയെ പിടിച്ചൊന്നും പറയുന്നു. ഞാനേ എനിക്കറിയാം അപ്പം വന്ന ദേഷ്യത്ത് ഞാൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞതാണെന്ന്. ഞാൻ ഇത്തിരി ഓവറായിരുന്നു, സത്യം എനിക്ക് മനസ്സിലായി. പക്ഷെ പിന്നെ ആ വീട് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ അങ്ങനെ പറയാതിരിക്കാൻ പറ്റും. ഇപ്പൊ അമ്മയ്ക്ക് സത്യം മനസ്സിലായല്ലോ. എനിക്കിപ്പോ നിന്റെ അടുത്ത് കളത്തരം പറഞ്ഞ എനിക്ക് എന്ത് നേടായി? മാമൻ കാര്യമൊന്നും വേണ്ട, മനസ്സിലായി മാമ. കുഴപ്പമില്ല. ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ പറയണ? ഇപ്പൊ അമ്മയുടെ ഭാഗത്തല്ലേ മിസ്റ്റേക്ക് പറ്റിയ. അമ്മ ഒരു സോറി പറഞ്ഞ തീരാന്നുള്ള അത്രേ ഉള്ളൂ. ഈ സോറി പറഞ്ഞാ മതി. മാമൻ കാര്യമല്ലേ, നിങ്ങളെല്ലാം സോറി പറയണമെന്നാണ് പറഞ്ഞത്. ഞാൻ സോറി പറയാം. മതി. അത് മതി. കാര്യമൊന്നും ചെയ്യല്ലേ മാമ? ശരി മക്കളെ. നിന്നെ ഞാൻ വെറുതെ ഇവിടെ നീ വിചാരിക്കണ്ട. നിന്നെ കാരണം ഇപ്പൊ എന്റെ ഭർത്താവ് വരെ എന്നെ സംശയിക്കാം. ഓഹോ, അപ്പൊ സോറി പറയാന്ന് വിചാരിച്ചു വന്നിരുന്നത് എന്റെ അടുത്ത് നീ ഇങ്ങനെ ചാടി കളിക്കുമ്പോൾ ഞാൻ നിന്റെ എങ്ങനെ സോറി പറയും? ആർക്ക് വേണോടി നിന്റെ സോറി? വായി തോന്നുന്ന മുഴുവനും പറഞ്ഞിട്ട് സോറി പറയാൻ തീർന്നോ? വീട് കിടക്കുന്ന ഒരാള് സ്വാഭാവികമായും ചിന്തിക്കുന്ന ഒരു രീതിയിലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നോട് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് ഈ നിനക്കാണ്. അപ്പൊ നീ എന്നെ വിഷയത്തല്ലേ ഞാൻ വിചാരിക്കുള്ളൂ. ഇവരാരെങ്കിലും പറയട്ടെ എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടെന്ന്. എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ് നിനക്ക് എന്നോട് ദേഷ്യമാണ് വൈരാഗ്യമാണെന്നുള്ളത്. പലയിടത്ത് വായി നോക്കി തെന്നി വേണ്ടിട്ട്
തലയിലിടാന് ശ്രീകു നിങ്ങൾ മിണ്ടാരി മനുഷ്യ. എന്റെ ചേട്ടൻ ചൂടാവല്ലേ ഞാൻ ചൂടാവും. എന്റെ ഭർത്താവിനോട് ഞാൻ ചൂടാവും. മാമ മിണ്ടാരി. ഇതിൽ ഇടപെടണ്ട. ഇവിടെ ക്ഷമിക്കാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെയാണ് ഒരു കാലം നീ തലയും കുത്തി വീണത്. എന്റെ അടുത്ത് കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ സ്വഭാവം നീ കാണും. പെങ്ങളെ ഇവളെ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ഒരിക്കലും അങ്ങനെ പ്രവർത്തിക്കത്തില്ല. ചേട്ടാ ഞാൻ താന്നു കൊടുക്കുമ്പോ എന്റെ തലക്കറി നിർത്തം വെക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഞാൻ ആർക്കും എന്നെ കയറി ഭരിക്കാൻ ഞാൻ സമ്മതിച്ചു കൊടുക്കും. ആ പിന്നെ നീ അങ്ങ് താന്ന് വന്നിരിക്കും. നീ എപ്പോഴാണ് താന്ന് വന്നേ? ഞാൻ താന്നു വന്ന് എത്ര നേരം നിന്നത്. അപ്പോഴത്തേക്കും ഡാൻസ് കളിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ഡാൻസ് കളിക്കോടി. ആ ഡാൻസ് കളിക്കാൻ വല്ല സ്റ്റേജ് വന്നില്ല. നീ നോക്കിട്ട് നീ മറക്കരുത്. പാമ്പാ ആ പാമ്പ് പാമ്പ് എന്താ പാമ്പ്? ആ, ഇവള് പിന്നെ പാമ്പായിട്ട് മാറുമെന്ന് പറഞ്ഞായിരുന്നു നേരത്തെ. ഓഹോ ആ പാമ്പിനെ ഞാൻ നീ നോവിച്ചു വിട്ടെന്ന്. ഓഹോ അങ്ങനെ പറഞ്ഞ നീ പാമ്പാണെങ്കിൽ ഞാൻ അതിലും വലിയ കീരിയാടി. ആ ഞാൻ നിന്നെ കൊത്തോടി. ആ നീ കൊത്താവാ നിന്റെ പഴുതി ചുറ്റി ഞാൻ വലിച്ചറിയും. നിങ്ങളുടെ പെങ്ങളോട് മിണ്ടായിരുന്നോളെ പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ ചവിട്ടിക്കൂടെ കൊന്നോളെ. ഈ കൊലക്കേസി പ്രതിയാണ്. നിന്റെ ജോലി പോകും. ജോലി പോയ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും? എങ്ങനെ ജീവിക്കുന്ന നിങ്ങളുടെ പെങ്ങൾ 4 നേരം ഉരുട്ടി വിഴുക്കി തന്നോളൂ. ആ എന്റെ ചേട്ടനെ ഞാൻ എന്റെ അച്ഛനോട് നല്ല അന്തസ്സല്ലേ നോക്കൂടി. ആ അന്തസ്സൊക്കെ കാണാവടി. വെറുതെ അല്ലെങ്കിൽ മണ്ണുണ്ണിയായി കേറിപ്പൊടിയാത്ത എന്റെ ഭഗവാനേ